നമ്മുടെ സ്റ്റോറിയുടെ പേര് ദ ബ്ലാക്ക് ഡോട്ട്, കറുത്ത കുത്ത് അല്ലെങ്കിൽ കറുത്ത പുള്ളി എന്നർത്ഥം. ഒരു ദിവസം ഒരു പ്രൊഫസർ ക്ലാസ് മുറിയിൽ കയറി ഒരു സർപ്രൈസ് ടെസ്റ്റ് പ്രഖ്യാപിച്ചു. വൺ ഡേ എ പ്രൊഫസർ entered the classroom and announced a surprise test. വൺ ഡേ ഒരു ദിവസം, എ പ്രൊഫസർ entered the classroom. എൻ്റർ എന്ന് പറഞ്ഞാൽ പ്രവേശിക്കുക, കയറുക, അകത്ത് കടക്കുക, ഇതൊക്കെയാണ് അർത്ഥം. എ പ്രൊഫസർ entered the classroom. ഒരു പ്രൊഫസർ ക്ലാസ് മുറിയിൽ കയറി അല്ലെങ്കിൽ ക്ലാസ് മുറിയിൽ പ്രവേശിച്ചു. ആൻഡ് അനൗൺസ്ഡ് എ സർപ്രൈസ് ടെസ്റ്റ്. അനൗൺസ് എന്ന് പറഞ്ഞാൽ പ്രഖ്യാപിക്കുക, അറിയിക്കുക, വിളംബരം ചെയ്യുക, ഇതൊക്കെയാണ് അർത്ഥം. സർപ്രൈസ് എന്ന് പറഞ്ഞാൽ അറിയിക്കാതെ നടത്തുന്നത് എന്നുള്ളൊരു അർത്ഥത്തിലാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അനൗൺസ്ഡ് എ സർപ്രൈസ് ടെസ്റ്റ്, ഒരു സർപ്രൈസ് ടെസ്റ്റ് പ്രഖ്യാപിച്ചു അല്ലെങ്കിൽ അറിയിച്ചു. ഇത് കേട്ട് എല്ലാ വിദ്യാർത്ഥികളും ഉത്കണ്ഠാകുലരായി പരീക്ഷയിൽ എന്ത് വരുമെന്ന് ചിന്തിക്കാൻ തുടങ്ങി. ഹിയറിംഗ് ദിസ്, ഓൾ ദ സ്റ്റുഡൻസ് ഗോട്ട് ആൻഷ്യസ് ആൻഡ് സ്റ്റാർട്ടഡ് തിങ്കിങ് അബൌട്ട് വാട്ട് വുഡ് കം അപ്പ് ഇൻ ദ ടെസ്റ്റ്. ഹിയറിംഗ് ദിസ്, ഇത് കേട്ട്, ഓൾ ദ സ്റ്റുഡൻസ് ഗോട്ട് ആൻഷ്യസ്. ആൻഷ്യസ് എന്ന് വെച്ചാൽ ചിന്താകുലനായ അല്ലെങ്കിൽ ഉത്കണ്ഠാജനകമായ എന്നൊക്കെയാണ് അർത്ഥം. ഓൾ ദ സ്റ്റുഡൻസ് ഗോട്ട് ആൻഷ്യസ്, എല്ലാ വിദ്യാർത്ഥികളും ഉത്കണ്ഠാകുലരായി. ആൻഡ് സ്റ്റാർട്ടഡ് തിങ്കിങ്. തിങ്ക് എന്ന് പറഞ്ഞാൽ ചിന്തിക്കുക അല്ലെങ്കിൽ ആലോചിക്കുക. ആൻഡ് സ്റ്റാർട്ടഡ് തിങ്കിങ്, ആലോചിക്കാൻ തുടങ്ങി. അബൌട്ട് എന്ന് പറഞ്ഞാൽ കുറിച്ച്. അബൌട്ട് വാട്ട് വുഡ് കം അപ്പ് ഇൻ ദ ടെസ്റ്റ്. വാട്ട് വുഡ് കം അപ്പ് ഇൻ ദ ടെസ്റ്റ്, പരീക്ഷയിൽ എന്ത് വരും. അബൌട്ട് വാട്ട് വുഡ് കം അപ്പ് ഇൻ ദ ടെസ്റ്റ്, പരീക്ഷയിൽ എന്ത് വരും എന്നതിനെ കുറിച്ച്. പ്രൊഫസർ ചോദ്യപേപ്പർ മുൻവശം താഴേക്കാക്കി അല്ലെങ്കിൽ മുൻവശം താഴേക്ക് അഭിമുഖീകരിക്കുന്ന രീതിയിൽ വിതരണം ചെയ്തു. ദ പ്രൊഫസർ ഡിസ്ട്രിബ്യൂട്ടഡ് ദ ക്വസ്റ്റ്യൻ പേപ്പർ വിത്ത് ദ ഫ്രണ്ട് സൈഡ് ഫേസിംഗ് ഡൗൺ. ഡിസ്ട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ വിതരണം ചെയ്യുക അല്ലെങ്കിൽ വീതിച്ചു കൊടുക്കുക. ദ പ്രൊഫസർ ഡിസ്ട്രിബ്യൂട്ടഡ്, പ്രൊഫസർ വിതരണം ചെയ്തു. ദ ക്വസ്റ്റ്യൻ പേപ്പർ, ചോദ്യപേപ്പർ, വിത്ത് ദ ഫ്രണ്ട് സൈഡ് ഫേസിംഗ് ഡൗൺ. ഫ്രണ്ട് സൈഡ് മുൻവശം, ഫേസിംഗ് ഡൗൺ താഴേക്ക് ഫേസ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ താഴേക്ക് അഭിമുഖീകരിക്കുന്ന രീതിയിൽ വിതരണം ചെയ്തു. എല്ലാ വിദ്യാർത്ഥികൾക്കും പേപ്പറുകൾ കൈമാറിയ ശേഷം പേജ് മറിച്ച് പരീക്ഷ ആരംഭിക്കാൻ അദ്ദേഹം അവരോട് ആവശ്യപ്പെട്ടു. ആഫ്റ്റർ ഹാൻഡിങ് ഓവർ ദ പേപ്പേഴ്സ് ടു ഓൾ ദ സ്റ്റുഡൻസ്, ഹി ആസ്ക്ഡ് ദം ടു ടേൺ ദ പേജ് ആൻഡ് സ്റ്റാർട്ട് ദ ടെസ്റ്റ്. ഹാൻഡ് ഓവർ എന്ന് പറഞ്ഞാൽ കൈമാറ്റം ചെയ്യുക അല്ലെങ്കിൽ കൊടുക്കുക എന്നൊക്കെയാണ് അർത്ഥം. ആഫ്റ്റർ, ശേഷം. ആഫ്റ്റർ ഹാൻഡിങ് ഓവർ ദ പേപ്പേഴ്സ്, പേപ്പറുകൾ കൈമാറിയ ശേഷം. ടു ഓൾ ദ സ്റ്റുഡൻസ്, എല്ലാ വിദ്യാർത്ഥികൾക്കും. ഹി ആസ്ക്ഡ് ദം, അദ്ദേഹം അവരോട് ചോദിച്ചു അല്ലെങ്കിൽ ആവശ്യപ്പെട്ടു. ടു ടേൺ ദ പേജ്. ടേൺ എന്ന് പറഞ്ഞാൽ തിരിക്കുക അല്ലെങ്കിൽ മറിക്കുക എന്നൊക്കെയാണ് അർത്ഥം. ടു ടേൺ ദ പേജ്, പേജ് മറിക്കാൻ. ആൻഡ് സ്റ്റാർട്ട് ദ ടെസ്റ്റ്, പരീക്ഷ ആരംഭിക്കുക. ഹി ആസ്ക്ഡ് ദം ടു ടേൺ ദ പേജ് ആൻഡ് സ്റ്റാർട്ട് ദ ടെസ്റ്റ്, പേജ് മറിച്ച് പരീക്ഷ ആരംഭിക്കാൻ അദ്ദേഹം അവരോട് ആവശ്യപ്പെട്ടു. ടെസ്റ്റ് പേപ്പറിൽ ചോദ്യങ്ങളൊന്നും ഇല്ലാതിരുന്നത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. ടു എവ്രി വൺ സർപ്രൈസ്, there were no questions on the test paper. നേരത്തെ നമ്മൾ സർപ്രൈസ് യൂസ് ചെയ്തത് അറിയിക്കാതെ നടത്തുന്നത് എന്നുള്ള അർത്ഥത്തിലായിരുന്നു. പക്ഷേ ഇവിടെ നമ്മൾ അത്ഭുതം അല്ലെങ്കിൽ ആശ്ചര്യം എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ടു എവ്രി വൺസ് സർപ്രൈസ്, എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. there were no questions, ചോദ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. on the test paper, ടെസ്റ്റ് പേപ്പറിൽ. പേജിൻ്റെ മധ്യഭാഗത്ത് ഒരു കറുത്ത പുള്ളി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. there was just a black dot in the center of the page. there was just a black dot, ഒരു കറുത്ത പുള്ളി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇൻ ദ സെൻറ്റർ ഓഫ് ദ പേജ്, പേജിൻ്റെ മധ്യഭാഗത്ത്. എല്ലാവരും ഞെട്ടിപ്പോയി. പ്രൊഫസറെ ഭയത്തോടെ അല്ലെങ്കിൽ അമ്പരപ്പോടെ നോക്കി. എവ്രി വൺ വാസ് സ്റ്റാർട്ടിൽഡ് ആൻഡ് ലുക്ക്ഡ് അറ്റ് ദ പ്രൊഫസർ ഇൻ ഓ. സ്റ്റാർട്ടിൽ എന്ന് പറഞ്ഞാൽ ഭയം, പരിഭ്രമിക്കുക, ഞെട്ടിപ്പോവുക, ഇതൊക്കെയാണ് അർത്ഥം. എവ്രി വൺ വാസ് സ്റ്റാർട്ടിൽഡ്, എല്ലാവരും ഞെട്ടിപ്പോയി. ആൻഡ് ലുക്ക്ഡ് അറ്റ് ദ പ്രൊഫസർ, പ്രൊഫസറെ നോക്കി. ഇൻ ഓഫ്, ഓഫ് എന്ന് വെച്ചാൽ ഭയഭക്തി അല്ലെങ്കിൽ അമ്പരപ്പ് എന്നൊക്കെയാണ് അർത്ഥം. ഇൻ ഓ, അമ്പരപ്പോടെ അല്ലെങ്കിൽ ഭയഭക്തിയോടെ നോക്കി. പ്രൊഫസർ വിദ്യാർത്ഥികളോട് പറഞ്ഞു. ദ പ്രൊഫസർ ടോൾഡ് ദ സ്റ്റുഡൻസ്. ടോൾഡ് എന്ന് വെച്ചാൽ പറഞ്ഞു. നിങ്ങൾ പേപ്പറിൽ കാണുന്നതിനെക്കുറിച്ച് കുറച്ച് വരികൾ എഴുതണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഐ വോണ്ട് യു ടു റൈറ്റ് എ ഫ്യൂ ലൈൻസ് അബൌട്ട് വാട്ട് യു സീ ഓൺ ദ പേപ്പർ. ഐ വോണ്ട് യു ടു റൈറ്റ്, നിങ്ങൾ എഴുതണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എ ഫ്യൂ ലൈൻസ്, എ ഫ്യൂ എന്ന് പറഞ്ഞാൽ കുറച്ച്, കുറച്ച് ലൈൻസ് അല്ലെങ്കിൽ കുറച്ച് വരികൾ. അബൌട്ട് വാട്ട് യു സീ ഓൺ ദ പേപ്പർ, അബൌട്ട് കുറിച്ച്, അബൌട്ട് വാട്ട് യു സീ ഓൺ ദ പേപ്പർ, നിങ്ങൾ പേപ്പറിൽ കാണുന്നതിനെക്കുറിച്ച്. എല്ലാ വിദ്യാർത്ഥികളും സ്തംഭിച്ചു. പക്ഷേ അവർക്ക് ചോയ്സ് ഇല്ലാത്തതിനാൽ അവർ ഉത്തരം എഴുതാൻ തുടങ്ങി. ഓൾ ദ സ്റ്റുഡൻസ് വെർ സ്റ്റൂപ്പഫൈഡ്, ബട്ട് സിൻസ് ദേ ഡിഡ്ന്റ് ഹാവ് എ ചോയ്സ്, ദേ സ്റ്റാർട്ടഡ് റൈറ്റിംഗ് ദി ആൻസർ. സ്റ്റൂപ്പഫൈ എന്ന് വെച്ചാൽ ഞെട്ടിക്കുക, ബുദ്ധിമാന്ദ്യമുണ്ടാക്കുക, സ്തംഭിപ്പിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. ഓൾ ദ സ്റ്റുഡൻസ് വെർ സ്റ്റൂപ്പഫൈഡ്,
എല്ലാ വിദ്യാർത്ഥികളും സ്തംഭിച്ചു, അല്ലെങ്കിൽ എല്ലാ വിദ്യാർത്ഥികളും ഞെട്ടിപ്പോയി. ബട്ട് സിൻസ് ദേ ഡിഡിൻറ്റ് ഹാവ് എ ചോയ്സ്. ബട്ട് പക്ഷേ, സിൻസ് എന്ന് പറഞ്ഞാൽ അതിനാൽ. ബട്ട് സിൻസ് ദേ ഡിഡിൻറ്റ് ഹാവ് എ ചോയ്സ്, പക്ഷേ അവർക്കൊരു ചോയ്സ് ഇല്ലാത്തതിനാൽ ദേ സ്റ്റാർട്ടഡ് റൈറ്റിംഗ് ദി ആൻസർ. അവർ ഉത്തരം എഴുതാൻ തുടങ്ങി. എല്ലാവരും ടെസ്റ്റ് പൂർത്തിയാക്കിയ ശേഷം പ്രൊഫസർ എല്ലാ ഉത്തരക്കടലാസുകളും ശേഖരിച്ച് മുഴുവൻ ക്ലാസിൻ്റെയും മുന്നിൽ നിന്ന് ഓരോ ഉത്തരവും ഉറക്കെ വായിക്കാൻ തുടങ്ങി. ആഫ്റ്റർ ദ ടെസ്റ്റ് വാസ് ഫിനിഷ്ഡ് ബൈ ഓൾ, ദ പ്രൊഫസർ കളക്റ്റഡ് ഓൾ ദി ആൻസർ ഷീറ്റ്സ് ആൻഡ് സ്റ്റാർട്ടഡ് റീഡിംഗ് ഔട്ട് ഈച്ച് ആൻസർ അലൗഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഹോൾ ക്ലാസ്. ആഫ്റ്റർ ശേഷം, ഫിനിഷ് എന്ന് പറഞ്ഞാൽ പൂർത്തിയാക്കുക. ആഫ്റ്റർ ദ ടെസ്റ്റ് വാസ് ഫിനിഷ്ഡ് ബൈ ഓൾ, എല്ലാവരും ടെസ്റ്റ് പൂർത്തിയാക്കിയ ശേഷം. ദ പ്രൊഫസർ കളക്റ്റഡ് ഓൾ ദി ആൻസർ ഷീറ്റ്സ്, പ്രൊഫസർ എല്ലാ ഉത്തരക്കടലാസുകളും കളക്ട് ചെയ്തു അല്ലെങ്കിൽ ശേഖരിച്ചു. ആൻഡ് സ്റ്റാർട്ടഡ് റീഡിംഗ് ഔട്ട് ഈച്ച് ആൻസർ അലൗഡ്. അലൗഡ് എന്ന് പറഞ്ഞാൽ ഉച്ചത്തിൽ, റീഡ് എന്ന് പറഞ്ഞാൽ വായിക്കുക. ആൻഡ് സ്റ്റാർട്ടഡ് റീഡിംഗ് ഔട്ട് ഈച്ച് ആൻസർ അലൗഡ്, ഓരോ ഉത്തരവും ഉറക്കെ വായിക്കാൻ തുടങ്ങി. ഇൻ ഫ്രണ്ട് ഓഫ് ദ ഹോൾ ക്ലാസ്. ഇൻ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ മുന്നിൽ, ഹോൾ മുഴുവൻ, ഇൻ ഫ്രണ്ട് ഓഫ് ദ ഹോൾ ക്ലാസ് മുഴുവൻ ക്ലാസിൻ്റെയും മുന്നിൽ. ഓരോ വിദ്യാർത്ഥിയും കറുത്ത പുള്ളിയെക്കുറിച്ച് അതിൻ്റെ വലിപ്പവും സ്ഥാനവും മറ്റ് വിശദാംശങ്ങളും ഉൾപ്പെടെ എഴുതിയിട്ടുണ്ട്. എവറി സിംഗിൾ സ്റ്റുഡൻറ്റ് ഹാഡ് റിട്ടൺ അബൌട്ട് ദ ബ്ലാക്ക് ഡോട്ട് ഇൻക്ലൂഡിംഗ് ഇറ്റ് സൈസ്, പൊസിഷൻ ആൻഡ് അതർ ഡീറ്റെയിൽസ്. എവറി സിംഗിൾ സ്റ്റുഡൻറ്റ് ഹാഡ് റിട്ടൺ, ഓരോ വിദ്യാർത്ഥിയും എഴുതിയിരുന്നു. അബൌട്ട് ദ ബ്ലാക്ക് ഡോട്ട്, കറുത്ത പുള്ളിയെക്കുറിച്ച്. ഇൻക്ലൂഡിംഗ് ഇറ്റ് സൈസ്, പൊസിഷൻ ആൻഡ് അതർ ഡീറ്റെയിൽസ്. ഇൻക്ലൂഡിംഗ് എന്ന് പറഞ്ഞാൽ ഉൾപ്പെടെ, ഇൻക്ലൂഡിംഗ് ഇറ്റ് സൈസ് വലിപ്പം, പൊസിഷൻ സ്ഥാനം ആൻഡ് അതർ ഡീറ്റെയിൽസ് മറ്റ് വിശദാംശങ്ങൾ. ഇൻക്ലൂഡിംഗ് ഇറ്റ് സൈസ്, പൊസിഷൻ ആൻഡ് അതർ ഡീറ്റെയിൽസ് അതിൻ്റെ വലിപ്പവും സ്ഥാനവും മറ്റ് വിശദാംശങ്ങളും ഉൾപ്പെടെ. എല്ലാ ഉത്തരങ്ങളും വായിച്ചതിന് ശേഷം പ്രൊഫസർ വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്ത് അവരോട് പറഞ്ഞു. ആഫ്റ്റർ റീഡിംഗ് ഔട്ട് ഓൾ ദി ആൻസേഴ്സ്, ദ പ്രൊഫസർ അഡ്രസ് ദ സ്റ്റുഡൻസ് ആൻഡ് ടോൾഡ് ദം. ആഫ്റ്റർ ശേഷം, ആഫ്റ്റർ റീഡിംഗ് ഔട്ട് ഓൾ ദി ആൻസേഴ്സ് എല്ലാ ഉത്തരങ്ങളും വായിച്ചതിന് ശേഷം. അഡ്രസ് എന്ന് പറഞ്ഞാൽ മേൽവിലാസം എന്നർത്ഥമുണ്ട്, പക്ഷേ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് അഭിസംബോധന ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ്. ദ പ്രൊഫസർ അഡ്രസ് ദ സ്റ്റുഡൻസ്, പ്രൊഫസർ വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്തു. ആൻഡ് ടോൾഡ് ദം, അവരോട് പറഞ്ഞു. ഈ ടെസ്റ്റിൽ നിങ്ങളിൽ ആരും ഗ്രേഡ് ചെയ്യപ്പെടില്ല. നൺ ഓഫ് യു വിൽ ബി ഗ്രേഡഡ് ഓൺ ദിസ് ടെസ്റ്റ്. നിങ്ങൾ എന്തെങ്കിലും ചിന്തിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ഐ ജസ്റ്റ് വാണ്ടഡ് യു ടു പോണ്ടർ സംതിങ്. പോണ്ടർ എന്ന് പറഞ്ഞാൽ ആലോചിച്ചു നോക്കുക അല്ലെങ്കിൽ ചിന്തിക്കുക എന്നൊക്കെയാണ് അർത്ഥം. സംതിങ് എന്തെങ്കിലും. ഐ ജസ്റ്റ് വാണ്ടഡ് യു ടു പോണ്ടർ സംതിങ്. നിങ്ങൾ എന്തെങ്കിലും ചിന്തിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. നിങ്ങൾ എല്ലാവരും കറുത്ത പുള്ളിയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഓൾ ഓഫ് യു റോട്ട് അബൌട്ട് ദ ബ്ലാക്ക് ഡോട്ട്. ഓൾ ഓഫ് യു നിങ്ങൾ എല്ലാവരും, റൈറ്റ് എഴുതുക, റോട്ട് എഴുതി. ഓൾ ഓഫ് യു റോട്ട് അബൌട്ട് ദ ബ്ലാക്ക് ഡോട്ട്. നിങ്ങൾ എല്ലാവരും കറുത്ത പുള്ളിയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. പേപ്പറിൻ്റെ വെളുത്ത ഭാഗത്തെക്കുറിച്ച് ആരും എഴുതിയില്ല. നോ വൺ റോട്ട് അബൌട്ട് ദ വൈറ്റ് പാർട്ട് ഓഫ് ദ പേപ്പർ. നോ വൺ റോട്ട് ആരും എഴുതിയില്ല. അബൌട്ട് കുറിച്ച്. വൈറ്റ് പാർട്ട് എന്ന് വെച്ചാൽ വെളുത്ത ഭാഗം. വൈറ്റ് പാർട്ട് ഓഫ് ദ പേപ്പർ പേപ്പറിൻ്റെ വെളുത്ത ഭാഗം. നോ വൺ റോട്ട് അബൌട്ട് ദ വൈറ്റ് പാർട്ട് ഓഫ് ദ പേപ്പർ. പേപ്പറിൻ്റെ വെളുത്ത ഭാഗത്തെക്കുറിച്ച് ആരും എഴുതിയില്ല. നമ്മുടെ ജീവിതത്തിലും ഇത് തന്നെ സംഭവിക്കുന്നു. നമുക്കെല്ലാവർക്കും നിരീക്ഷിക്കാനും പഠിക്കാനും വെള്ളക്കടലാസുണ്ട്. എന്നിട്ടും നമ്മൾ എല്ലായ്പ്പോഴും കറുത്ത പുള്ളികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ദ സെയിം തിങ് ഹാപ്പൻസ് ഇൻ അവർ ലൈഫ്സ് ടു. വി ഓൾ ഹാവ് വൈറ്റ് പേപ്പർ ടു ഒബ്സർവ് ആൻഡ് ലേൺ ഫ്രം. Yet we always focus on the dark spots. The same thing happens in our lives too. The same thing, ഒരേ കാര്യം അല്ലെങ്കിൽ ഇത് തന്നെ. ഹാപ്പൻ എന്ന് പറഞ്ഞാൽ സംഭവിക്കുക. ഇൻ അവർ ലൈഫ്സ് ടു, നമ്മുടെ ജീവിതത്തിലും. ദ സെയിം തിങ് ഹാപ്പൻസ് ഇൻ അവർ ലൈഫ്സ് ടു, നമ്മുടെ ജീവിതത്തിലും ഇത് തന്നെ സംഭവിക്കുന്നു. വി ഓൾ ഹാവ് വൈറ്റ് പേപ്പർ ടു ഒബ്സർവ് ആൻഡ് ലേൺ ഫ്രം. വി ഓൾ ഹാവ് വൈറ്റ് പേപ്പർ, നമുക്ക് എല്ലാവർക്കും വെള്ള പേപ്പർ ഉണ്ട്. ടു ഒബ്സർവ് ആൻഡ് ലേൺ ഫ്രം. ഒബ്സർവ് എന്ന് പറഞ്ഞാൽ നിരീക്ഷിക്കുക. ലേൺ പഠിക്കുക. ടു ഒബ്സർവ് ആൻഡ് ലേൺ ഫ്രം, നിരീക്ഷിക്കാനും പഠിക്കാനും. യെറ്റ് വി ഓൾവേസ് ഫോക്കസ് ഓൺ ദ ഡാർക്ക് സ്പോട്ട്സ്. യെറ്റ് എന്നിട്ടും അല്ലെങ്കിൽ പിന്നെയും. ഓൾവേസ് എല്ലായ്പ്പോഴും. യെറ്റ് വി ഓൾവേസ് ഫോക്കസ് ഓൺ ദ ഡാർക്ക് സ്പോട്ട്സ്. സ്പോട്ട് എന്ന് പറഞ്ഞാൽ പുള്ളി അല്ലെങ്കിൽ അടയാളം എന്നൊക്കെയാണ് അർത്ഥം. യെറ്റ് വി ഓൾവേസ് ഫോക്കസ് ഓൺ ദ ഡാർക്ക് സ്പോട്ട്സ്. എന്നിട്ടും നമ്മൾ എല്ലായ്പ്പോഴും കറുത്ത പുള്ളികളിൽ ഫോക്കസ് ചെയ്യുന്നു അല്ലെങ്കിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ആഘോഷിക്കാൻ നമുക്ക് നിരവധി കാരണങ്ങളുണ്ട്. നമ്മുടെ മാതാപിതാക്കൾ, സഹപ്രവർത്തകർ, സുഹൃത്തുക്കൾ, നല്ല ആരോഗ്യം, തൃപ്തികരമായ ജോലി, ഒരു കുട്ടിയുടെ പുഞ്ചിരി,
നാം ദിവസവും കാണുന്ന അത്ഭുതങ്ങൾ തുടങ്ങിയവ. വി ഹാവ് സോ മെനി റീസൺസ് ടു സെലിബ്രേറ്റ് അവർ പാരൻസ്, co-workers, friends, good health, a satisfactory job, a child's smile, the miracles we witness every day, and so on. We have so many reasons to celebrate. റീസൺ എന്ന് പറഞ്ഞാൽ കാരണം. സോ മെനി ധാരാളം അല്ലെങ്കിൽ വളരെ. സോ മെനി റീസൺസ് ധാരാളം കാരണങ്ങൾ. ടു സെലിബ്രേറ്റ്. സെലിബ്രേറ്റ് എന്ന് പറഞ്ഞാൽ ആഘോഷിക്കുക. വി ഹാവ് സോ മെനി റീസൺസ് ടു സെലിബ്രേറ്റ്. നമുക്ക് ആഘോഷിക്കാൻ നിരവധി കാരണങ്ങളുണ്ട് അല്ലെങ്കിൽ ധാരാളം കാരണങ്ങളുണ്ട്. അവർ പേരൻസ് നമ്മുടെ മാതാപിതാക്കൾ, co-workers സഹപ്രവർത്തകർ, ഫ്രണ്ട്സ് സുഹൃത്തുക്കൾ, ഗുഡ് ഹെൽത്ത് നല്ല ആരോഗ്യം, എ സാറ്റിസ്ഫാക്ടറി ജോബ്. സാറ്റിസ്ഫാക്ടറി എന്ന് പറഞ്ഞാൽ തൃപ്തികരമായ. എ സാറ്റിസ്ഫാക്ടറി ജോബ് തൃപ്തികരമായ ജോലി. എ ചൈൽഡ് സ്മൈൽ ഒരു കുട്ടിയുടെ പുഞ്ചിരി. ദ മിറക്കിൾസ് വി വിറ്റ്നസ് എവറി ഡേ. മിറക്കിൾ എന്ന് പറഞ്ഞാൽ അത്ഭുതം. വിറ്റ്നസ് എന്ന് പറഞ്ഞാൽ സാക്ഷ്യം വഹിക്കുക അല്ലെങ്കിൽ കണ്ടറിയുക എന്നൊക്കെയാണ് അർത്ഥം. ദ മിറക്കിൾസ് വി വിറ്റ്നസ് എവറി ഡേ നമ്മൾ ദിവസവും കാണുന്ന അത്ഭുതങ്ങൾ ആൻഡ് സോ ഓൺ തുടങ്ങിയവ. എന്നാലും കറുത്ത പുള്ളികളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ ചക്രവാളങ്ങളെ പരിമിതപ്പെടുത്തുന്നു. നമ്മുടെ നിരാശകൾ, നമ്മുടെ ഭയങ്ങളും ഉത്കണ്ഠകളും, നമ്മെ അലട്ടുന്ന കാര്യങ്ങൾ, നമ്മളോട് തെറ്റ് ചെയ്ത ആളുകൾ മുതലായവ. ഹൗവെവർ വി സിംപ്ലി ലിമിറ്റ് അവർ ഹൊറൈസൺസ് by focusing on just the dark spots, our disappointments, our frustrations, our fears and anxieties, things that bother us, people that wronged us, etc. However, എന്നാലും അല്ലെങ്കിൽ എങ്ങനെയായാലും ഇതൊക്കെയാണ് അർത്ഥം. വി സിംപ്ലി ലിമിറ്റ് അവർ ഹൊറൈസൺസ്. സിംപ്ലി വെറുതെ. ലിമിറ്റ് എന്ന് പറഞ്ഞാൽ പരിധി അല്ലെങ്കിൽ പരിമിതി. ഹൊറൈസൺ ചക്രവാളം അല്ലെങ്കിൽ വിജ്ഞാന മണ്ഡലം എന്നൊക്കെയാണ് അർത്ഥം. വി സിംപ്ലി ലിമിറ്റ് അവർ ഹൊറൈസൺസ്. നമ്മുടെ ചക്രവാളങ്ങളെ വെറുതെ പരിമിതപ്പെടുത്തുന്നു. ബൈ ഫോക്കസിങ് ഓൺ ജസ്റ്റ് ദ ഡാർക്ക് സ്പോട്ട്സ്. ഡാർക്ക് സ്പോട്ട്സിൽ അല്ലെങ്കിൽ കറുത്ത പുള്ളികളിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട്. അവർ ഡിസപ്പോയിൻമെൻറ്റ്സ്. ഡിസപ്പോയിൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ നിരാശ, നമ്മുടെ നിരാശകൾ. അവർ ഫ്രസ്ട്രേഷൻസ്. ഫ്രസ്ട്രേഷൻ എന്ന് പറഞ്ഞാലും നിരാശ അല്ലെങ്കിൽ തടസ്സം എന്നൊക്കെയാണ് അർത്ഥം. അവർ ഫ്രസ്ട്രേഷൻസ് നമ്മുടെ നിരാശകൾ. അവർ ഫിയേഴ്സ് ആൻഡ് ആങ്സൈറ്റീസ്. ഫിയർ പേടി അല്ലെങ്കിൽ ഭയം. ആങ്സൈറ്റി ഉത്കണ്ഠ. അവർ ഫിയേഴ്സ് ആൻഡ് ആങ്സൈറ്റീസ് നമ്മുടെ ഭയങ്ങളും ഉത്കണ്ഠകളും. തിങ്സ് ദാറ്റ് ബോദേഴ്സ്. തിങ് കാര്യം. ബോധർ എന്ന് പറഞ്ഞാൽ ഉപദ്രവിക്കുക അല്ലെങ്കിൽ അലട്ടുക എന്നൊക്കെയാണ് അർത്ഥം. തിങ്സ് ദാറ്റ് ബോദേഴ്സ് നമ്മളെ അലട്ടുന്ന കാര്യങ്ങൾ. പീപ്പിൾ ദാറ്റ് റോങ്ഡ് അസ്. പീപ്പിൾ ആളുകൾ. പീപ്പിൾ ദാറ്റ് റോങ്ഡ് അസ് നമ്മളോട് തെറ്റ് ചെയ്ത ആളുകൾ, എക്സെട്ര. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും പല നല്ല കാര്യങ്ങളും നിസ്സാരമായി കാണുകയും നിസ്സാരമായ ഡോട്ട് പോലുള്ള പരാജയങ്ങളിലും നിരാശകളിലും നമ്മുടെ ഊർജം കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നു. ഇൻ അവർ ഡേ ടു ഡേ ലൈഫ്സ് വി ഓഫൻ ടേക്ക് സോ മെനി ഗുഡ് തിങ്സ് ഫോർ ഗ്രാൻറ്റഡ് ആൻഡ് ഫോക്കസ് അവർ എനർജി ഓൺ ഇൻസിഗ്നിഫിക്കൻറ്റ് ഡോട്ട് ലൈക്ക് ഫെയിലിയേഴ്സ് ആൻഡ് ഡിസപ്പോയിൻമെൻറ്റ്സ്. ഇൻ അവർ ഡേ ടു ഡേ ലൈഫ്സ് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ. ഒഫൻ എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടെ അല്ലെങ്കിൽ പലപ്പോഴും എന്നൊക്കെയാണ് അർത്ഥം. സോ മെനി ഗുഡ് തിങ്സ് ധാരാളം നല്ല കാര്യങ്ങൾ. ടേക്ക് ഫോർ ഗ്രാൻറ്റഡ് എന്ന് പറഞ്ഞാൽ അതൊരു ശൈലിയാണ്. ഇതിൻ്റെ അർത്ഥം നിസ്സാരമായി കാണുക എന്നാണ്. ഇൻ അവർ ഡേ ടു ഡേ ലൈഫ്സ് വി ഓഫൻ ടേക്ക് സോ മെനി ഗുഡ് തിങ്സ് ഫോർ ഗ്രാൻറ്റഡ്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും പല നല്ല കാര്യങ്ങളും നിസ്സാരമായി കാണുന്നു. ആൻഡ് ഫോക്കസ് അവർ എനർജി ഓൺ ഇൻസിഗ്നിഫിക്കൻറ്റ് ഡോട്ട് ലൈക്ക് ഫെയിലിയേഴ്സ് ആൻഡ് ഡിസപ്പോയിൻമെൻറ്റ്സ്. എനർജി ഊർജം. ഇൻസിഗ്നിഫിക്കൻ്റ് എന്ന് പറഞ്ഞാൽ പരിഗണന അർഹിക്കാത്ത അല്ലെങ്കിൽ നിസ്സാരമായ എന്നൊക്കെയാണ് അർത്ഥം. ഫെയിലിയർ പരാജയം. ഡോട്ട് ലൈക്ക് ഫെയിലിയേഴ്സ് ഡോട്ട് പോലുള്ള പരാജയങ്ങൾ. ആൻഡ് ഡിസപ്പോയിൻമെൻറ്റ്സ് ഡിസപ്പോയിൻമെൻറ്റ് നിരാശ. ഫോക്കസ് അവർ എനർജി ഓൺ ഇൻസിഗ്നിഫിക്കൻറ്റ് ഡോട്ട് ലൈക്ക് ഫെയിലിയേഴ്സ് ആൻഡ് ഡിസപ്പോയിൻമെൻറ്റ്സ് എന്നുവെച്ചാൽ ഡോട്ട് പോലുള്ള പരാജയങ്ങളിലും നിരാശകളിലും നമ്മുടെ ഊർജം കേന്ദ്രീകരിക്കുക. വി ഓഫൻ ടേക്ക് സോ മെനി ഗുഡ് തിങ്സ് ഫോർ ഗ്രാൻറ്റഡ് ആൻഡ് ഫോക്കസ് അവർ എനർജി ഓൺ ഇൻസിഗ്നിഫിക്കൻറ്റ് ഡോട്ട് ലൈക്ക് ഫെയിലിയേഴ്സ് ആൻഡ് ഡിസപ്പോയിൻമെൻറ്റ്സ്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും പല നല്ല കാര്യങ്ങളും നിസ്സാരമായി കാണുകയും നിസ്സാരമായ ഡോട്ട് പോലുള്ള പരാജയങ്ങളിലും നിരാശകളിലും നമ്മുടെ ഊർജം കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിലെ നല്ല കാര്യങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഈ കറുത്ത പാടുകൾ വളരെ ചെറുതാണെങ്കിലും അവ നമ്മുടെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്നു. ദോ ദീസ് ഡാർക്ക് സ്പോട്ട്സ് ആർ ക്വൈറ്റ് സ്മോൾ ആസ് കമ്പയർഡ് ടു ദ ഗുഡ് തിങ്സ് ദാറ്റ് വി ഹാവ് ഇൻ അവർ ലൈഫ്സ്, ദേ പെർട്ടർബ് അവർ മൈൻഡ്സ്. ദോ എന്നാലും. ക്വയറ്റ് എന്ന് പറഞ്ഞാൽ തികച്ചും അല്ലെങ്കിൽ ധാരാളം എന്നൊക്കെയാണ് അർത്ഥം. ദോ ദീസ് ഡാർക്ക് സ്പോട്ട്സ് ആർ ക്വൈറ്റ് സ്മോൾ. ഈ കറുത്ത പാടുകൾ അല്ലെങ്കിൽ കറുത്ത പുള്ളികൾ വളരെ ചെറുതാണെങ്കിലും കമ്പയർ എന്ന് പറഞ്ഞാൽ താരതമ്യം ചെയ്യുക.
ആസ് കമ്പയർഡ് ടു ദ ഗുഡ് തിങ്സ്. നല്ല കാര്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ. ദാറ്റ് വി ഹാവ് ഇൻ അവർ ലൈഫ്സ്. നമ്മുടെ ജീവിതത്തിൽ ഉള്ളത്. ആസ് കമ്പയർഡ് ടു ദ ഗുഡ് തിങ്സ് ദാറ്റ് വി ഹാവ് ഇൻ അവർ ലൈഫ്സ്. നമ്മുടെ ജീവിതത്തിലെ നല്ല കാര്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ. ദേ പെർട്ടർബ് അവർ മൈൻഡ്സ്. പെർട്ടർബ് എന്ന് വെച്ചാൽ അസ്വസ്ഥമാക്കുക അല്ലെങ്കിൽ താറുമാറാക്കുക എന്നൊക്കെയാണ് അർത്ഥം. ദേ പെർട്ടർബ് അവർ മൈൻഡ്സ്. അവ നമ്മുടെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ കറുത്ത പുള്ളികളിൽ നിന്നും നിങ്ങളുടെ കണ്ണുകൾ മാറ്റുക. ജീവിതത്തിൻ്റെ തിളക്കമാർന്ന വശങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുക. പോസിറ്റിവിറ്റി നിങ്ങളുടെ ചിന്തകളെ നിയന്ത്രിക്കട്ടെ. ടേക്ക് യുവർ ഐസ് എവേ ഫ്രം ദ ബ്ലാക്ക് ഡോട്ട്സ് ഓഫ് യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതത്തിലെ കറുത്ത പുള്ളികളിൽ നിന്ന് നിങ്ങളുടെ കണ്ണുകൾ മാറ്റുക. ട്രൈ ആൻഡ് ഫോക്കസ് ഓൺ ദ ബ്രൈറ്റർ സൈഡ് ഓഫ് ലൈഫ്. ജീവിതത്തിൻ്റെ തിളക്കമാർന്ന വശങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുക. ആൻഡ് ലെറ്റ് പോസിറ്റിവിറ്റി ഗവേൺ യുവർ തോട്ട്സ്. ഗവേൺ എന്ന് പറഞ്ഞാൽ നിയന്ത്രിക്കുക, ഭരിക്കുക, നയിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. തോട്ട്സ് ചിന്തകൾ. ആൻഡ് ലെറ്റ് പോസിറ്റിവിറ്റി ഗവേൺ യുവർ തോട്ട്സ്. പോസിറ്റിവിറ്റി നിങ്ങളുടെ ചിന്തകളെ നിയന്ത്രിക്കട്ടെ.